Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yes, ma'am. അയച്ചു. എന്തായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? എന്തായിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കായിരുന്നില്ലേ? എന്തായിരുന്നു? Product, place, price, promotion. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. എന്താണ് ക്ലിയർ ആയില്ല? വാങ്ങുന്ന ആളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാം. മൂന്ന് കാര്യങ്ങള് എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗിന് എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം, അവരെ വിലയിരുത്തുക, അതിനുശേഷം തന്ത്രങ്ങൾ മെനയുക. ഈ 4 P's എന്തായിരുന്നു? 4 P's ഓഫ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്ലേസ്. ഇനി മാർക്കറ്റിംഗ് മിക്സ് എന്തായിരുന്നു? ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്തായിരുന്നു? ബയർ എക്സ്പെക്ടേഷൻ പ്രോഡക്റ്റ്. ബയറിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാം. അത്ര വരെ എടുത്തത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി തുടങ്ങി നമുക്ക് എടുക്കണോ അല്ലെ? Yes, ma'am. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പ്ലേസ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അടിയിൽ നോട്ട് ചെയ്ത് വെക്കാം, വരച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ മറ്റൊരു പേര് എന്താണ്? പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലേസ് എന്നുണ്ടാവും ഓപ്ഷനിൽ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താന്ന് നോക്കിയേ. എ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി is a method of distributing goods or services to end user. ആരാ end user? ആരാ end user? ആരെയാ പറയുന്നത് end user എന്ന്? കസ്റ്റമറെ. അപ്പോ കസ്റ്റമറെ പറയുന്ന പലതരത്തില് പേര് പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? end user എന്ന് പറയുന്നുണ്ട്, കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്, കൺസ്യൂമർ എന്ന് പറയും, യൂസർ എന്ന് പറയും, ബയ്യർ എന്ന് കൂടിയും പറയും കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കാം. പല പല ടൈപ്പിലാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് യൂസർക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്. എൻഡ് യൂസർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. Decision with regard to physical distribution of goods, right goods at right time at right place. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എന്താണ്? ഫിസിക്കൽ, എങ്ങനെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ, എങ്ങനെ ഭൗതികമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകള് യൂസറിന്റെ കയ്യിൽ എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഭൗതികപരമായിട്ട് എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. നമ്മൾ പറഞ്ഞു എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ചാനൽസ് സെലക്ട് ചെയ്യണം. ഇപ്പോ
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കർഷകൻ എന്ത് ചെയ്തു, പച്ചക്കറികള് മാനുഫാക്ചർ ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ അങ്ങനെ കർഷകൻ പച്ചക്കറികള് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ അയാളുടെ വീട്ടിൽ നിന്ന് നമുക്ക് പോയിട്ട് വാങ്ങിക്കാം, നേരിട്ട് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങള് പച്ചക്കറികൾ വാങ്ങിക്കാം അല്ലെ. ഒരു ചാനലാണ് എന്ത്, നേരിട്ട് പോയിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് വഴി നമുക്ക് ഇത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം, സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കർഷകൻ എന്ത് ചെയ്യുന്നത്, സാധനങ്ങള് അത് വിളവെടുത്ത് ഹോൾസെയിൽ കടയിൽ കൊണ്ടുപോയി വിൽക്കും അല്ലെ. ഹോൾസെയിൽ കടയിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്ക് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അതെന്ത് ചെയ്യും, ബയ്യർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണോ ആവശ്യമായിട്ട് വരുന്നത്, കസ്റ്റമർ ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അങ്ങനെയും എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, സാധനങ്ങള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്സുകള് വാങ്ങിച്ചു കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്, ഒന്നല്ലെങ്കിൽ എന്താണ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് അയാളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്വീകരിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കടകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് എന്താണ് ഗുഡ്സുകൾ വാങ്ങിക്കൊണ്ട് പോകാം. ക്ലിയർ ആയോ? അപ്പോ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻഡ് യൂസർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു മെത്തേഡിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെന്താണ്, അവിടെ എടുക്കുന്ന ഡിസിഷൻ എന്താണ്, ഭൗതികപരമായിട്ട് എങ്ങനെ കൺസ്യൂമേഴ്സിന് ഗുഡ്സുകൾ കൊടുക്കാം എന്നുള്ള ഒരു ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. റൈറ്റ് ഗുഡ്സ്, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കണം. ക്ലിയർ ആയോ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് പ്രമോഷണൽ സ്ട്രാറ്റജി? എന്തായിരിക്കാം പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിലെന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്, പറയാൻ പറ്റോ? യൂസ് ചെയ്യാൻ പറ്റോ? ആഡ്സുകൾ അല്ലെ, ആഡ്സുകൾ വഴി എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെന്റിലൂടെ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പ്രമോഷണൽ സ്ട്രാറ്റജി. A promotional strategy is a plan that is actionable to influence people about your business, create more leads and boost customer engagement. എന്താ പറയുന്നത്, പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ്? കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, സ്വാധീനിക്കാനായിട്ട് നടത്തുന്ന ഒരു പ്ലാൻ ആണ് ഇത് പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ആ ബിസിനസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം അല്ലെ. എന്ത് വഴിയാണ് എത്തിക്കുന്നത്? ആഡ്സ് വഴിയാണ് നമ്മൾ പ്രമോഷനുകൾ നടത്തുന്നത്. അതിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എന്റെ പ്രൊഡക്റ്റ് ഇതാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, അങ്ങനെയുള്ള ഐറ്റംസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്ത് പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്താണ്, ക്രിയേറ്റ് മോർ ലീഡ്സ്, മോർ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. സെയിൽസ് ഉണ്ടാകുന്നത് വഴി എന്താണ്, കസ്റ്റമേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്ത് അതിൽ എൻഗേജ്ഡ് ആക്കി മോർ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാൻ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ് കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, ആ പ്രൊഡക്റ്റ് മനസ്സിലാക്കി കൊടുക്കുകയും ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ ഫ്ലേവർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് മോർ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്രമോഷണൽ സ്ട്രാറ്റജി മനസ്സിലായോ? ഇനി എന്താണ് പ്രൈസിംഗ് സ്ട്രാറ്റജി? പറയാൻ പറ്റോ പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താ? എന്തായിരുന്നു പ്രൈസിംഗ് സ്ട്രാറ്റജി? വേർഡിങ് തന്നെ പറയാൻ പറ്റോ? പ്രൈസിംഗ് സ്ട്രാറ്റജി എന്താണ്? റീസണബിൾ പ്രൈസ്. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്. നോക്കാം കേട്ടോ.
deals with mode of setting price. അവിടെ ഒന്നാം ഡീല് വരച്ചോളൂ കേട്ടോ. അവിടെ എന്താണ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് deals with mode of setting price which should be both justifiable and competitive and bring in profit. എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ എന്താണ് പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുള്ള പ്രൈസ് ആയിരിക്കണം? both justifiable and competitive. എന്താണ് ന്യായമായതും. ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായമായതും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ന്യായമായിട്ടുള്ളതും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യേണ്ടത്. സാധാരണ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യേണ്ടത്. അത് ഫിക്സ് ചെയ്യുന്നതിലൂടെ എന്താണ് ബ്രിങ്ങിങ് പ്രോഫിറ്റ് സെയിൽസ് കൂടുകയും അതിനോടൊപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്രൈസിംഗ് സ്ട്രാറ്റജി മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. 3 സ്ട്രാറ്റജീസ് ഒന്ന് വായിച്ചേ. ഓക്കെ വായിച്ചു നോക്കൂ കേട്ടോ 3 സ്ട്രാറ്റജീസ്. ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നുമില്ല? ക്ലിയർ ആണ്. ഇനി നോക്കിയേ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴും വികസിപ്പിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഓൾഡ് വൺ റീഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചില്ലേ കൊക്കോളയുടെയൊക്കെ ഒരു എക്സാമ്പിൾ പഠിച്ചില്ലേ? ആദ്യം ഉണ്ടായിരുന്നു, അതിന് ചെയ്തു അവര് റീഡിസൈൻ ചെയ്തു പുറത്തിറക്കിയപ്പോൾ എന്താണ് അത് അട്രാക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ മാർക്കറ്റില് നല്ല രീതിയിൽ സെയിൽ നടന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ റീഡിസൈൻ ചെയ്യുമ്പോഴും ഓൾഡ് വൺ റീഡിസൈൻ ചെയ്യുമ്പോഴും കുറച്ച് സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. 6th സ്റ്റെപ്പ് വരെയാണ് പഠിക്കാനുള്ളത്. 6th സ്റ്റെപ്പാണ് കേട്ടോ അതിനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് generation of the concept of the new product. Second step is screening. Third one is business analysis. Fourth one is product development. Fifth one is test marketing. And then last is commercialization. Same step ആണ് പഠിക്കാനുള്ളത്. അപ്പോ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഓൾഡ് വൺ റീഡിസൈൻ ചെയ്ത് പുറത്തിറക്കുമ്പോഴും സെയിം സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ചിലപ്പോ ചോദിക്കാം ഓൾഡ് വൺ റീഡിസൈൻ ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്പാണ്, ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ ഉള്ളത് ചോദിക്കാം. സ്റ്റെപ്പൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇത് സ്റ്റെപ്പ് 1. ഏതാണ്? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. നമ്മള് ഒരു പ്രൊഡക്റ്റ് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്റ്റ് എന്താണ്? ഐഡിയ കേട്ടോ, ഐഡിയാസ്. ഇനി ജനറേഷൻ എന്താ? ജനറേഷൻ എന്താ? ജനറേഷൻ വികസിപ്പിച്ചെടുക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് വികസിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു പുതിയൊരു പ്രൊഡക്റ്റ്
വികസിപ്പിച്ചെടുക്കുമ്പോൾ എങ്ങനെയുള്ള ഐഡിയാസിലൂടെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് നോക്കിയേ, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് അല്ലെ. ചിലപ്പോ ഒരു ഐഡിയ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഐഡിയ ലഭിക്കുന്നത് ആരിൽ നിന്നാവാം? ഒരു ഇൻഡിവിജ്വലിൽ നിന്നാവാം. നമ്മളിപ്പോ ഒരു കൂട്ടമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോ അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ ആവാം എന്ത്, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നത്. അല്ലെങ്കിൽ എന്താവാം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നു. ക്ലിയർ ആയോ? ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ ഐഡിയ ലഭിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്താണ്, ഗ്രൂപ്പിൽ നിന്നായിരിക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ? നമ്മളപ്പോ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഐഡിയാസ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ ലഭിച്ചു. ഇനി അതിനുശേഷം എന്താണ്, സ്ക്രീനിങ്, സൂക്ഷ്മ പരിശോധന നടത്തണം. സൂക്ഷ്മ പരിശോധന, സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് good sales are taken into consideration if not removed. എന്നുള്ളതൊന്നും വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. if not removed എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. അപ്പോ ഫസ്റ്റ് പോയിന്റ് ആണ് ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് good sales and taken into consideration. എന്താ പറയുന്നത്, ഞാനിപ്പോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഞാൻ എന്താ പറഞ്ഞത്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തിട്ട് വേണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്താണ്, കമ്പനിക്കല്ല, എന്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതെങ്കിൽ എന്റേതായിട്ടും എന്തുണ്ടാവും, ഒബ്ജക്റ്റീവ്സ് അല്ലെ, ചില ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കിയിട്ട് വേണം മീറ്റപ്പ് ചെയ്തിട്ട് വേണം ഞാൻ എന്താക്കാനായിട്ട്, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട്. അതുപോലെ എന്ത് ചെയ്യണം, ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ ആ മാർക്കറ്റിൽ അത് വിറ്റഴിഞ്ഞു പോകോ, മോർ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റോ എന്നുള്ള രീതിയും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയ രണ്ട് പോയിന്റും? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ഇറക്കുമ്പോ ആ പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽസ് ഉണ്ടാകോ എന്നുള്ള കാര്യവും കൺസിഡർ ചെയ്യണം. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താണ് നെക്സ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഇത്, ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. അടുത്ത സ്റ്റെപ്പാണ് ഡിസിഷൻ എടുക്കുക. ക്ലിയർ ആയില്ലേ? രണ്ട് സ്റ്റെപ്പ് മനസ്സിലായോ? ആദ്യം എന്താണ്, കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ അത് വിറ്റഴിഞ്ഞു പോകോ, ആ പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽസ് ഉണ്ടാവോ എന്നുള്ളതും കൺസിഡർ ചെയ്യണം. അത് ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. ക്ലിയർ ആയോ? രണ്ട് പോയിന്റും മനസ്സിലായോ? ഇനി ഓക്കെ, ഇനി അതിനുള്ളില് കുറച്ച് കാര്യങ്ങളുണ്ട്. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം വേണം. അതുപോലെ തന്നെ എന്താണ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സൺസ്.
നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് വേണം അല്ലെ, അസംസ്കൃത വസ്തുക്കൾ വേണം, അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. ഇനി എന്താണ് കമ്പനീസ് ക്യാപ്പബിലിറ്റി, കമ്പനിക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മൂലധനമുണ്ടോ കഴിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 3 കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിലുള്ളത്. ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്, കമ്പനീസ് ക്യാപ്പബിലിറ്റി. ക്ലിയർ ആയോ? ഈ ചെക്ക് ലിസ്റ്റിലെ 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് വേണം അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. എത്രത്തോളം പ്രൊഡക്റ്റ് ക്വാളിറ്റി വേണം, അതുപോലെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, നമുക്ക് ലഭിക്കോ, അല്ലെങ്കിൽ അതിനുള്ള പേഴ്സണൽസ്, അതിനുള്ള സ്റ്റാഫുകൾ, ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യവും നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി എന്താണ് ഫെസിലിറ്റീസ് റിക്വയർഡ്, ഇതിനുള്ള സൗകര്യങ്ങൾ അല്ലെ, പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിനുശേഷം എന്താണ് അത് കൊണ്ടുപോകാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം അല്ലെ. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യവും നോക്കേണ്ടതാണ്. ക്ലിയർ ആയോ? സ്ക്രീനിങ്ങില് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് അത് മീറ്റപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ അത് വിറ്റഴിഞ്ഞു പോവോ, മോർ സെയിൽസ് ഉണ്ടാകോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. ഇനി ഡിസിഷൻസും എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിൽ നോക്കിയിട്ട് ആ ഫാക്ടേഴ്സുകൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അവിടെ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം വേണം, അവിടെയുള്ള റോ മെറ്റീരിയൽസ്, അതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ അവിടെയുണ്ടോ, അതുപോലെ തന്നെ പണിയെടുക്കാനായിട്ട് അല്ലെ അത് ഉണ്ടാക്കാനായിട്ടുള്ള പേഴ്സണൽസ് സ്റ്റാഫുകൾ ഉണ്ടോ, കമ്പനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് ബിസിനസ് അനാലിസിസ്. തേർഡ് സ്റ്റെപ്പ് ആണ് ബിസിനസ് അനാലിസിസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇവാലുവേഷൻ ഓഫ് ഓവർ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എന്താണ് കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം കോംപ്രിഹെൻസീവ്? എന്താണ് കോംപ്രിഹെൻസീവ്? സമഗ്രമായ. ഓക്കെ, കോംപ്രിഹെൻസീവ് മീൻസ് സമഗ്രമായ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത നിലനിർത്തുക. എന്താണ് അങ്ങനെ പറഞ്ഞാല്? നമ്മൾ ആദ്യം ഒരു ഐഡിയ കൊണ്ടുവന്നു, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതിനുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി. ഇനി എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം അല്ലെ. ഇവാലുവേഷൻ നടത്തണം. നമ്മള് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവോ എന്നുള്ള കാര്യം ഇവാലുവേഷൻ ചെയ്യണം. അതാണ് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അപ്പോ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് കൂടുതൽ സെയിൽസ് ഉണ്ടാവാനായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാക്കേണ്ടത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. അപ്പോ എന്താണ്? പ്രൊഡക്ഷൻ നടത്താനും പ്രൊമോഷൻ നടത്താനും ഡിസ്ട്രിബ്യൂഷൻ നടത്താനുമുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ അല്ലെ? പ്രൊഡക്ഷൻ നടത്താനായിട്ടും പ്രൊമോഷൻ നടത്താനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടുമുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ എന്താണ്? ഗ്രോത്ത് റേറ്റ് അനുസരിച്ച് നിൽക്കുക അല്ലെ. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൂടുതലുള്ള എന്താണ്? വളർച്ചാ നിരക്കാണ്. അപ്പൊ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ്
മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാനായിട്ടുള്ള കഴിവും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഈ രണ്ട് കാര്യങ്ങളും എന്താണ് ചെക്ക് ചെയ്യണം. ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, മാർക്കറ്റിലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുമോ നമ്മുടെ പ്രൊഡക്റ്റിന് എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യേണ്ടതാണ്. അതാണ് ബിസിനസ് അനാലിസിസിൽ വരുന്നത്. 2 പോയിന്റ് ആണ്. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? നമ്മള് ഒരു ഐഡിയ കൊണ്ടുവന്നു, പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോകോ, കൂടുതൽ സെയിൽസ് ഉണ്ടാവോ എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ വിലയിരുത്തുമ്പോ എന്താണ്, കൂടുതൽ വിറ്റഴിഞ്ഞു പോകാനായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ ഇറക്കേണ്ടത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ്, അതുപോലെ പ്രമോഷൻ നടത്താനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതുപോലെ എന്താണ്, വളർച്ചാ നിരക്കും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ തരത്തിലുള്ള കോമ്പറ്റീവ് സ്ട്രെങ്ത്തും ഉണ്ടോ എന്നുള്ളത്, നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? 3 സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. 3 സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആണ്? ഇനി 4ാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റിന്റെ വികസനം. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് provides feedback of consumer reaction, towards packaging and branding, etc. എന്താണ് കൺസ്യൂമർ റിയാക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് റിയാക്ഷൻ? എന്താണ്? പ്രതികരണം അല്ലെ? ഓക്കെ, പ്രതികരണം, കസ്റ്റമേഴ്സിന്റെ പ്രതികരണം. ഓക്കെ, ആവശ്യങ്ങൾ അല്ലെ? വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണ്, കസ്റ്റമേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാണ്, അതുപോലെ പ്രൊഡക്റ്റിന്റെ പാക്കേജിംഗ് ബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ബ്രാൻഡിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്ത് ചെയ്യും? ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യും, ചേഞ്ച് ഐഡിയ ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ്. ഈ ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാകും, അതിന്റെ പാക്കേജിങ് എങ്ങനെയായിരിക്കണം, അതിന്റെ ബ്രാൻഡിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. കിട്ടിയോ? അത് മനസ്സിലായോ?
ഓക്കെ, ഇനി എന്താണ് ഫിഫ്ത് സ്റ്റെപ്പ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ പ്രൊഡക്റ്റ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുമ്പോ എക്സാമ്പിൾ പറയാണ് ഷാമ്പു എടുക്കുന്നുണ്ട്. ഷാമ്പൂസ് എന്താണ് ചെറിയ ചെറിയ പാക്കറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, 1 രൂപ 2 രൂപ 5 രൂപയുടെ ചെറിയ ചെറിയ പാക്കറ്റുകള്. ആദ്യം എന്തായിരിക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാക്കറ്റുകളായിരിക്കും മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അത് വാങ്ങി യൂസ് ചെയ്യുമ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വീണ്ടും വീണ്ടും വാങ്ങിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ വീണ്ടും വീണ്ടും വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, അവർക്ക് അത് ഇഷ്ടപ്പെട്ടു, അവരതിൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, അവരുടെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ കളറാണ് ഇഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ മനസ്സിലാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഷാമ്പൂന്റെ ടെസ്റ്റ് മാർക്കറ്റിംഗിൽ എന്താണ്, ഷാമ്പൂന്റെ ചെറിയ ചെറിയ പാക്കറ്റുകളായിരുന്നു. കമേഴ്സ്യലൈസേഷനിലൂടെ വന്നപ്പോ എന്ത് ചെയ്തു, അത് അവർക്ക് മനസ്സിലായല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടു, കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്, വലിയ പ്രൊഡക്റ്റ് ആക്കി വലിയ വലിയ ബോട്ടിലുകളിലാക്കി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് കമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വലിയ വലിയ ബോട്ടിലുകളിലാക്കി അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓൾഡ് പ്രൊഡക്റ്റ് റീഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമുള്ള 6th സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ 6 സ്റ്റെപ്പും. ഡൗട്ട് വല്ലതുണ്ടോ? എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്, നമ്മളൊരു ഐഡിയാസ് കിട്ടുന്നത് എന്തായിരിക്കും, ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തണം. കമ്പനിക്ക് വേണ്ടിയിട്ടാണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് അത് മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്തുണ്ടാക്കേണ്ടത്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, കൂടുതൽ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞു പോവോ, കൂടുതൽ സെയിൽ ഉണ്ടാവോ എന്നുള്ളതും കൺസിഡർ ചെയ്യണം. അതിനുശേഷമാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റിലെ ഓരോ ഫാക്ടേഴ്സും നോക്കണം. എത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, അതുപോലെ റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണോ, പേഴ്സണൽസ് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, കമ്പനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഇനി പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് സെയിൽ ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ബിസിനസ് അനാലിസിസ്. നമ്മളൊരു ഐഡിയ കൊണ്ടുവന്നു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, അതിനുശേഷം അതിന്റെ കാര്യങ്ങളെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തി. നെക്സ്റ്റ് ആണ് ബിസിനസ് അനാലിസിസ്. എന്താണ് പറഞ്ഞത്, സമഗ്രമായൊരു വിലയിരുത്തൽ അല്ലെ, വിപണി സാധ്യത വിലയിരുത്തണം. നമ്മള് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ മാർക്കറ്റിൽ അത് കൂടുതൽ വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്താനായിട്ട്, പ്രമോഷൻ നടത്താനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടും ആവശ്യമുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ എന്താണ് പറഞ്ഞത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് പറഞ്ഞത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോ 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് അല്ലെ, കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ, പാർട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഈ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ചെറിയ ചെറിയ സാമ്പിളുകളായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങും. അത് കൂടുതൽ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോർ സെയിൽസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നതാണ്, കസ്റ്റമേഴ്സ് അത് അട്രാക്റ്റീവ് ആയി കൂടുതൽ സെയിൽസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുകയും അതിനുശേഷം നമ്മള് വാണിജ്യവൽക്കരണം തുടങ്ങിയല്ലേ, ഫുൾ ബോട്ടിലുകളാക്കി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ?
ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. അപ്പൊ ഒരു ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലുകളില് ഒരു പുതിയ സർവീസ് എന്തെങ്കിലും പ്രൊവൈഡ് അവര് തുടങ്ങാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആഡ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക അല്ലെ? നിങ്ങൾ പുതിയൊരു ആഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പുതിയ ഹോസ്പിറ്റലിന്റെ തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവര് സർവീസ് കൊടുക്കാൻ പോവുകയാണ്, അതിനോടനുബന്ധിച്ച് ചെയ്യും പ്രമോഷൻ നടത്തും അവര്. കണ്ടിട്ടില്ലേ നിങ്ങള് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ പുതിയ ആഡ്സുകള്? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇപ്പൊ ഒരു റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സ്കാൻ മെഷീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ എന്താണ്? നമ്മളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് അത് അറിയിക്കും. ഇതിന്റെ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാ അറിയിക്കുന്നത്? ആഡ്സ് വഴിയാണ്. അതാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്? ഓക്കെ. ഇനി എന്താണ്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. The hospital marketing functions have been broadly adopted as a way to learn about markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. എന്നാ പറഞ്ഞത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഇനി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ആണ് ടു ലേൺ അബൌട്ട് മാർക്കറ്റ്സ് അല്ലെ? മാർക്കറ്റ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, ലേൺ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻ ആണ് എന്ത്? ടു ലേൺ അബൌട്ട് മാർക്കറ്റ്സ്. ഇനി സെക്കൻഡ് ഫങ്ഷൻ ആണ് അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. ആരായിരിക്കാം സഫിഷ്യന്റ് റിസോഴ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽസിലെ? attract sufficient resources. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അട്രാക്ട് ആരാണ്? ഡോക്ടേഴ്സ് ആണോ? അട്രാക്ട് ആരെയാണ് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട്? ആരായിരിക്കും? അട്രാക്ട് പേഷ്യൻസിനെ. ഓക്കെ. അവിടെ സഫിഷ്യന്റ് റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പേഷ്യൻസിനെ എന്ത് ചെയ്യിപ്പിക്കണം? അട്രാക്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ അങ്ങനെ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിച്ചാലേ എന്തുണ്ടാവുള്ളൂ? അവിടെ വന്ന് അവർ സർവീസ് നടത്തി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് എന്ത്? അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. ഇനി നെക്സ്റ്റ് ഫങ്ഷൻ ആണ് ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസ്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ് ചെയ്യുക അല്ലെ? വികസിപ്പിച്ചെടുക്കുക. പുതിയ സർവീസുകള് ഉചിതമായിട്ടുള്ള, അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉചിതമായിട്ടുള്ള സർവീസുകള് വികസിപ്പിക്കുക. അതുപോലെ എന്താണ്? ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. ഇനി ഇവർ എന്താണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഗുഡ്സ് ആണ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കസ്റ്റമേഴ്സിനെ അറിയിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര എണ്ണമാണ് നമ്മൾ പഠിച്ചത്? മാർക്കറ്റിംഗ് ഫങ്ഷൻസ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് പഠിച്ചത്? ടു ലേൺ അബൌട്ട് മാർക്കറ്റ്സ്, attract sufficient resources, evolve appropriate service, and communicate the availability of such goods to those who may be able to buy such services. Clear ആയോ? നെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കുക, പേഷ്യന്റിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, പുതിയ സർവീസുകൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് സർവീസ് ആണോ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഗുഡ്സ് ആണോ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതെന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക, കമ്മ്യൂണിക്കേഷൻ നടത്താം. ക്ലിയർ ആയില്ലേ? ഇനി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് അതിന്റെ അടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കൺസിസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോന്നും പറഞ്ഞു തരാം. The elements of marketing plan. First element ആണ് set your marketing goals. നമ്മുടെ ഒന്നിടാം. ഫസ്റ്റ് എലമെന്റ് ആണ്
set your marketing goals. എഴുതിയോ എല്ലാവരും? ഇനി നെക്സ്റ്റ് സെക്കൻഡ് എലമെന്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. Conduct market research. Third ആണ് analyze research. Third one, analyze research. Fourth one is identify a budget. Identify a budget. Fifth one is develop market strategies. Develop market strategies. Sixth one is develop an implementation schedule. Develop an implementation schedule. Seventh one is create an evaluation process. Create an evaluation process. So 7 elements ആണ് മാർക്കറ്റിംഗ് പ്ലാൻസിനുള്ളത് ട്ടോ. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ set your marketing goals. Second one conduct market research. Third one analyze research. Fourth one identify a budget. Fifth one, develop market strategies. Sixth one, develop an implementation schedule. And last one is create an evaluation process. കിട്ടിയോ എല്ലാവർക്കും? Okay. First നോക്കിയേ, set marketing goals. എന്ത് ചെയ്യണം? നമ്മള് goals set ചെയ്യണം. Okay, set truthful and measurable aims to achieve over the next 18 to 24 months. Due to the swift change happening in the healthcare environment, we do not suggest planning specific activities more than 2 years in advance. എന്താ പറയുന്നത്? Set truthful and measurable aims to achieve over the next 18 to 24 months. 24 months എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഇയർ? 24 months ആവുമ്പോ എത്ര ഇയർ വരും? എന്താണ്? 2 years വരാം അല്ലെ? ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗില് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമ്പോ അതെന്തായിരിക്കണം? ട്രൂത്ത്ഫുൾ അല്ലെ? സത്യസന്ധമായിട്ടും അളക്കാൻ പറ്റുന്ന രീതിയിലും മെഷറബിൾ ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടും മെഷറബിൾ ആയിട്ടുള്ള രീതിയിലുമായിരിക്കണം ഗോള് സെറ്റ് ചെയ്യേണ്ടത്. എത്ര മന്താണ്? 18 to 24 months. 2 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ഗോള് അല്ലെ, ഹോസ്പിറ്റലിൽ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോ അത് സത്യസന്ധമായിട്ടും അളക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മിനിമം അല്ലെങ്കിൽ എന്താണ് 2 വർഷത്തിന് ഉള്ളിൽ ആ എയിം അല്ലെങ്കിൽ ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. Due to the shift change happening in the healthcare environment. അല്ലെ, എന്താണ് shift എന്ന് പറഞ്ഞാൽ? എന്താണ് shift? shift എന്താ മീൻ ചെയ്യുന്നത്? വേഗത്തിൽ അല്ലെ, പെട്ടെന്ന് തന്നെ. ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ എന്താണ്? പെട്ടെന്ന് തന്നെ ചേഞ്ചുകൾ സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ. 2 വർഷത്തിനുള്ളിൽ എന്നൊക്കെ ആകുമ്പോ എന്താണ്? അധികം ചേഞ്ചസ് ഉണ്ടാവില്ല. 2 വർഷം കഴിഞ്ഞാലാണ് പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പൊ 2 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സെറ്റിംഗ് മാർക്കറ്റിംഗ് ഗോൾസ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കിയേ കൊടുത്തിരിക്കുന്നത്. 2 തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. Expand the number of new patients
seen in the practice by 5% within first 6th month and 10% by the ends of the last year. Expand your gross revenue by 30% within 24 months. അപ്പൊ നമ്മളൊരു എന്താണ് ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു പുതിയ സർവീസ് തുടങ്ങുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തുടങ്ങുകയാണെങ്കിൽ 24 months ആവുമ്പോൾ 30% പേഷ്യൻസ് അവിടെ എക്സ്പാൻഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് 6 months ആവുമ്പോ എന്താണ് പേഷ്യൻസ് എത്ര വേണം? 5% ഇൻക്രീസ് ആയിരിക്കണം. അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ 1 ഇയറിന്റെ എൻഡില് എത്ര പെർസെന്റേജ് എക്സ്പാൻഡ് ആയിരിക്കണം? 10% പേഷ്യൻസ് എക്സ്പാൻഡ് ആയിരിക്കണം. അതുപോലെ 24 2 വർഷത്തിനുള്ളില് 30% പേഷ്യൻസ് ഉണ്ടായിരിക്കണം, ഇൻക്രീസ് ആയിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? എക്സാമ്പിൾ മനസ്സിലായോ? എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. എന്താണ് നമ്മളൊരു പുതിയൊരു സർവീസ് ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോ പറഞ്ഞു തരാം കേട്ടോ. പുതിയൊരു സർവീസ് ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോ ഫസ്റ്റ് 6th month അത് തുടങ്ങുമ്പോ ഫസ്റ്റ് 6th month നമ്മൾ പറഞ്ഞ എന്താണ് 2 വർഷത്തിനുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം? എന്താണ്? കൂടുതൽ പേഷ്യൻസ് ഇൻക്രീസ് ആവുന്നതോറും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ അവരുടെ ലക്ഷ്യം എന്താണ്? കൂടുതൽ പേഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. കൂടുതൽ പേഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സർവീസ് അവിടെ കൊടുക്കുമ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള സർവീസ് വേണമല്ലോ അവർ കൊടുക്കാനായിട്ട്. അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 6th month എന്തോരം പേഷ്യൻസ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? 5%. ഇനി 6th month കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ വരുമ്പോൾ എന്താണ്? 10% ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ഇനി 24 month ആകുമ്പോൾ എത്ര പെർസെന്റേജ് വേണം? 30% പേഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ അളക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. 18 to 24 months-നുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. എന്താണ്? ഗോൾസ് സെറ്റ് ചെയ്തു. ഇനി ഒരു പുതിയ ഒരു സേവനം അല്ലെങ്കിൽ സർവീസ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ പഠിച്ചില്ലേ മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് ഇതില് എന്താണ്? അത് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? മറന്നുപോയാ? വായിച്ചു നോക്കിയാറുണ്ടാ? എന്താ ചെയ്യേണ്ടത്? ഒരു പ്രൊഡക്റ്റും റിസർച്ച് നടത്തണം അല്ലെ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? അത് മാർക്കറ്റിൽ എത്തിയാല് അത് കൂടുതൽ സെയിൽസ് ഉണ്ടാവോ നഷ്ടം ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങള് ഗവേഷണം നടത്തണം. അതാണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലും എന്താണ്? മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. നോക്കിയേ, മാർക്കറ്റ് റിസർച്ച് ഈസ് എ പ്രോസസ് of systematically collecting, recording and examining the data and information. അതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. മാർക്കറ്റ് റിസർച്ച് എന്താണ് ചോദിക്കാം. എന്താണ്? മാർക്കറ്റ് റിസർച്ച് is a process of systematically collecting, recording and examining data and information. ഇപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ് ആണ്. പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അത് നിരീക്ഷിച്ച് എക്സാമിനിങ് എന്താണ്? നിരീക്ഷിച്ച് ഒബ്സർവേഷൻ നടത്തി എന്ത് ചെയ്യുന്നു? റിസൾട്ടിലോട്ട് എത്തുന്നു. നല്ലൊരു റിസൾട്ടിലോട്ട് എത്തുന്നതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പേഷ്യൻസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത്
എക്സാമൈൻ ചെയ്ത് അതിന്റെ റിസൾട്ടിലോട്ട് എത്തുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ എന്താണെന്ന്? ഇനി എന്താണ് മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ നമ്മള് 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. അബൌട്ട് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ അവിടെ ഒരു കോമ ഇടണം കേട്ടോ. കൺസ്യൂമേഴ്സ് കോമ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നോക്കാം. കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, കൺസ്യൂമേഴ്സ് എങ്ങനെയുള്ളവരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇതേ 3 പേരെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. It can be used to decide which proportion of the population will buy a product or service based on variables such as age, gender, location and income level. നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് കസ്റ്റമേഴ്സ്? നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ആരെ കണ്ടുകൊണ്ടാണ്? നമ്മൾ പഠിച്ചു പാരസെറ്റമോളുടെ സിറപ്പ് അല്ലെ? കൺസ്യൂമേഴ്സ്, കസ്റ്റമേഴ്സ് പല പേരിലും പറയൂ കേട്ടോ. എന്താണ് പാരസെറ്റമോളിന്റെ സിറപ്പ് അല്ലെ? കുഞ്ഞു കുട്ടികളെ മുൻനിർത്തിയാണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ടാബ്ലറ്റ്, ഡോളോയുടെ ടാബ്ലറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അഡൽട്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഓരോ സർവീസും ഹോസ്പിറ്റൽസ് കൊടുക്കുമ്പോഴും എന്താണ് ഏജിൽ വ്യത്യാസമുള്ളവരായിരിക്കാം. അതുപോലെ ജെൻഡറിൽ വ്യത്യാസം, അവരുടെ ലൊക്കേഷനിൽ വ്യത്യാസം, അവരുടെ ഇൻകം ലെവലിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ക്ലിയർ ആണോ? ഇനി എന്താണ് മാർക്കറ്റ് റിസർച്ച് ഇസ് നോർമലി പ്രൈമറി ആൻഡ് സെക്കൻഡറി. 2 തരത്തിലാണ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്താണ്? പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ലൈഫ് സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻ. അപ്പോ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? സർവേ, അതുപോലെ തന്നെ ഫീൽഡ് ടെസ്റ്റ് നടത്തും, ഇന്റർവ്യൂസ് വഴി, ഒബ്സർവേഷൻ വഴി, നിരീക്ഷണത്തിലൂടെയൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ പഠിച്ചില്ലേ ടെസ്റ്റ് മാർക്കറ്റിംഗ്? ഷാംപൂവിന്റെ സാമ്പിൾസ് അല്ലേ, ചെറിയ ചെറിയ സാമ്പിളുകളാക്കി പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? 2 തരത്തിലാണ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഈ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെ വരുമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി വെക്കണം കേട്ടോ. ഓർമ്മയെ കുറിച്ച് വെക്കാം. എന്തൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്? സർവേ ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണ് വരുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ് വേണ്ടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് വല്ലതുണ്ടോ? മാർക്കറ്റ് റിസർച്ച് എന്താ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് ഒരു പ്രോസസ്സാണ്. കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, നിരീക്ഷിച്ച് ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുന്നു. അതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും കോമ്പറ്റീറ്റേഴ്സിനെയും മാർക്കറ്റിനെയും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെന്താണ്? പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഉണ്ടാവും, ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും, ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും, അവരുടെ ഇൻകം ലെവൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാട്ടിൽ വരച്ചു വെക്കാം, മാർക്കറ്റ് വെക്കണം. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ. ഈ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ടെസ്റ്റ് മാർക്കറ്റിലൂടെ. ക്ലിയർ ആയോ? ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് പറയണോ? സെക്കൻഡ് പോയിന്റ് എന്താണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ കൺസ്യൂമേഴ്സിനെ അറിയണം. എന്തൊക്കെ ആരൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ് കസ്റ്റമേഴ്സ് അല്ലെ? നമ്മുടെ ഇപ്പൊ സൺസ്ക്രീം ആണെങ്കിൽ ലേഡീസ് ഉണ്ടാവും, കൂടുതലും ലേഡീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ അറിയണം നമ്മള്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അപ്പൊ അവരെ അറിയണം. അതുപോലെ തന്നെ മാർക്കറ്റ് വിപണിയെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ എന്താണ് പലതരത്തിലുള്ള ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ആണ് ഉണ്ടാകുന്നത്. പല ഏജ് ഗ്രൂപ്പുള്ള ആളുകൾ ഉണ്ടാവും, ജെൻഡർ വ്യത്യാസം ഉണ്ടാവും, ലൊക്കേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ഇൻകം ലെവലിൽ വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് മാർക്കറ്റിംഗിൽ ഉള്ളത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം,
അതുപോലെ തന്നെ ജെൻഡർ ആയിരിക്കാം, ഡിഫറെന്റ് ജെൻഡർ, ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവാം, ഡിഫറെന്റ് നമുക്ക് ഒരേ ഇൻകം ലെവലാണോ നമ്മൾ, അല്ല ഡിഫറെന്റ് തരത്തിലുള്ള അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കേട്ടോ. പഠിക്കേണ്ടത് എന്താണ്, മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് വണ്ടിയിൽ വരയ്ക്കാൻ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ്, എക്സാമിനിങ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് 2 തരത്തിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതാണ് ഇമ്പോർട്ടന്റ്, 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും വരെ എടുത്തിട്ട്? ഓക്കെ, താങ്ക് യു.